ഗോസിപ്പുകൾ ഉണ്ടാകുന്നതിൽ ഇഷ്ടപ്പെടാത്ത നടനാണ് മമ്മൂട്ടി. ഗോസിപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കും. എങ്കിലും ഒരു കാലത്ത് മമ്മൂട്ടിയെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ ഉയർന്നിരുന്നു. അന്ന് സിനിമാ വാരികകളിൽ ഗോസിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മമ്മൂട്ടിയെയും അവർ വെറുതെ വിട്ടില്ല. മമ്മൂട്ടിയെ പ്രണയിച്ച നടിമാരെക്കുറിച്ചുള്ള വിശേഷങ്ങളും അവരും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം നിറം പിടിപ്പിച്ച കഥകൾ വന്നു. മമ്മൂട്ടിയെ പ്രണയിച്ച നടിമാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സുഹാസിനിയാണ്. അന്ന് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ കട്ടിക്കട്ടെന്ന ഒരു സിനിമാ മാസിക നടത്തിയിരുന്നു. അതിൽ സുഹാസിനി മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പായസം കൊണ്ടുകൊടുത്തതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരുന്നു. അതോടുകൂടി സുഹാസിനിയും മമ്മൂട്ടിയും തമ്മിൽ പ്രണയമാണെന്ന രീതിയിൽ വാർത്തകൾ പരന്നു. സുഹാസിനി മമ്മൂട്ടി ജോഡികൾ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്നു. കഥ ഇതുവരെ, പ്രണാമം, കൂടവിടെ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഈ ജോഡികളുടെ, എന്റെ ഉപാസന അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ഈ ജോഡികളുടെ ഹിറ്റ് ചിത്രങ്ങളാണ്. മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ തുടങ്ങിയിട്ട്. എന്തായാലും സുഹാസിനിയും തന്നെയും ചേർത്ത് ഗോസിപ്പുകൾ വരുന്നത് മമ്മൂട്ടി അറിയുകയും പിന്നീട് സുഹാസിനിയെ മമ്മൂട്ടി തന്റെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയുമായിരുന്നു. മറ്റൊന്ന് സുമലതയാണ്. ന്യൂഡൽഹി, നിറക്കൂട്ട് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മമ്മൂട്ടിയുടെ നായികയായി വന്ന സുമലതയും മമ്മൂട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്നും സുമലതയും ഡെനീസ് ജോസഫും തമ്മിൽ പ്രണയമുണ്ടെന്നും ഒക്കെ വാർത്തകൾ അക്കാലത്ത് പരന്നിരുന്നു. മറ്റൊന്ന് അംബികയാണ്. ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിൽ അംബിക മമ്മൂട്ടിയോട് വളരെ ഇഴുകിച്ചേർന്നാണ് അഭിനയിക്കുന്നത്. ഒരു നോക്ക് കാണാൻ എന്ന ചിത്രം വലിയ ഹിറ്റായിരുന്നു. ഇതോടുകൂടി അംബികയും മമ്മൂട്ടിയും തമ്മിൽ പ്രണയമാണെന്ന രീതിയിൽ വാർത്തകൾ പരന്നു. അതോടൊപ്പം തന്നെ അംബികയും ശങ്കറും തമ്മിൽ പ്രണയമാണെന്ന രീതിയിലുള്ള വാർത്തകളും അക്കാലത്ത് പരന്നിരുന്നു. ശങ്കറും അംബികയും തമ്മിലുള്ള പ്രണയം സത്യമായിരുന്നു. അംബികയെ വിവാഹം കഴിക്കാൻ ശങ്കർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ വിവാഹം നടന്നില്ല. പിന്നീട് മമ്മൂട്ടിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് നമ്മുടെ പഞ്ചാഗ്നി ഗീതയുടെ പേരാണ്. ആവനാഴി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഗീത മമ്മൂട്ടിയുടെ നായികയായിരുന്നു. ആവനാഴിയിൽ വളരെ എഴുതിച്ചേർന്ന് മമ്മൂട്ടിയും ഗീതയും അഭിനയിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന ഗോസിപ്പ് പരന്നത്. അക്കാലത്ത് നാന, വെള്ളി നക്ഷത്രം, ചിത്രഭൂമി തുടങ്ങി ഒരുപാട് സിനിമാ വാരികകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പൈങ്കിളി പ്രസിദ്ധീകരണങ്ങളും ഉണ്ടായിരുന്നു. മനോരമയും മംഗളവും മാമാങ്കവും മനോരാജ്യവും സഖിയും കുമാരിയും ഒക്കെയായി, മാമ്പഴവും ഒക്കെയായി പൈങ്കിളി പ്രസിദ്ധീകരണങ്ങളും കളം നിറഞ്ഞു കളിച്ചിരുന്ന കാലം. പൈങ്കിളി പ്രസിദ്ധീകരണങ്ങൾക്കും സിനിമാ വാരികൾക്കും നിലനിൽക്കണമെങ്കിൽ ഗോസിപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് ഗോസിപ്പ് സുലഭമായി തന്നെ അക്കാലത്ത് ഒഴുകി. ഗോസിപ്പ് എഴുത്തുകാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയെയും വെറുതെ വിട്ടില്ല എന്നതാണ് ചരിത്രത്തിലെ കൗതുകകരമായ കാര്യം. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അന്ന് ഗോസിപ്പ് പത്രപ്രവർത്തകരെ കൂടുതൽ അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് എഴുതുന്നതിൽ അവരൊരു പ്രത്യേക പ്രതികാര മനോഭാവം കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ഗോസിപ്പുകൾ വരുമ്പോഴും മമ്മൂട്ടി നല്ലൊരു ഗൃഹസ്ഥരാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് അഭിമുഖങ്ങൾ അക്കാലത്ത് കൊടുത്തു. മമ്മൂട്ടിയും ഭാര്യ സുൽബത്തും ചേർന്നുള്ള അഭിമുഖങ്ങളൊക്കെ അക്കാലത്ത് സജീവമായി മമ്മൂട്ടി കൊടുക്കുവാൻ കാരണം തന്നെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഒഴിവാക്കാനും വേണ്ടിയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം.